ഹായ്, എൻ്റെ പേര് ഡോക്ടർ സുനിൽ കുമാർ. ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. എൻ്റെ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. ഇവിടെ പെറ്റ് ലൈഫ് വെറ്റിനറി സർവീസ് ഒരു ഹോസ്പിറ്റലാണ്. ഞാൻ നടത്തുന്നൊരു ഹോസ്പിറ്റലാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹേമോപ്രോട്ടോസോവൻ ഡിസീസ്, അതായത് പൂച്ചകൾക്കും നായ്ക്കൾക്കും വരുന്ന ഹേമോപ്രോട്ടോസോവൻ ഡിസീസിനെ കുറിച്ചാണ്. ചെള്ളുപനി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചെള്ളുപനി ഇപ്പം വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണപ്പെടുന്നു. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ ലോകത്തെ എല്ലായിടത്തും വളരെയധികം കാണപ്പെടുന്നൊരു രോഗമാണ് ചെള്ളുപനി. നമ്മുടെ ഈ ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ചെള്ളുപനി വ്യാപനം വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 90% കൊണ്ടുവരുന്ന ഡോഗ്സിന് അല്ലെങ്കിൽ ക്യാറ്റായാലും ശരി തന്നെ ടിക് ഫീവർ കോമൺ ആണ്. ഡോഗ്സിൽ സാധാരണ കാണപ്പെടുന്ന രോഗം ബെബീസിയ ഗിബ്സോണി എന്നുള്ള രോഗമാണ്. ബെബീസിയ ഗിബ്സോണി വളരെ കോമൺ ആണ് നമ്മുടെ ഈ ഡോഗ്സിനകത്ത്. ഇവിടെ ഓരോരുത്തർ വന്നിട്ട് ഈ സ്ട്രേ ഡോഗ്സിനെ ഇവിടെ കൊണ്ടുവരും. അതായത് അച്ഛൻ, അമ്മ, കുട്ടികൾ, ഇവർ രണ്ടുപേരും ഫുൾ ഫാമിലിയായിട്ട് റോഡിൽ കിടക്കുന്ന ഡോഗ്സിനെ ഇവിടെ കൊണ്ടുവരും. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ അതിന് മിക്കവാറും എല്ലാത്തിനും ചെള്ളുപനി പോസിറ്റീവായിരിക്കും. മാത്രമല്ല, ഇതിനെല്ലാത്തിനും ടോക്സോകാര ഇൻഫെക്ഷൻ കാണും. ടോക്സോകാര ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ്. കൂടാതെ അനീമിക്കായിരിക്കും. പിന്നെ അതിൻ്റെ പിക്ചർ ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്നലെ ഒരു വാർത്ത കേട്ട് കാണും എല്ലാ ന്യൂസിലും. ജപ്പാനിൽ ഒരു വെറ്റിനറി ഡോക്ടർ, മീ പ്രിഫെക്ചർ എന്നൊരു ഡോക്ടർ മരിച്ചുപോയി. അദ്ദേഹത്തിന് പൂച്ചയെ ചികിത്സിച്ചാണ് ഈ ടിക് ഫീവർ വന്നത്. അതായത് സിവിയർ ഫീവർ വിത്ത് ത്രോംബോസൈറ്റോപീനിയ. അതായത് നല്ല പനിയും ത്രോംബോസൈറ്റോപീനിയ വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നൊരു അസുഖം. ഇത് മെയിൻലി ഈ പൂച്ചകൾക്ക് വരുന്ന ഇക്സോഡക്സ് എന്നുള്ള ചെള്ള് കടിച്ചിട്ടുണ്ടാകുന്ന രോഗമാണ്. ആദ്യമായിട്ടാണ് ഇത് ട്രാൻസ്മിഷൻ ഒരു വെറ്റിനറി ഡോക്ടർ മരിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്ത് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യുന്ന 2024 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടിക് ഫീവർ ഒരു ഫിസീഷ്യന് വന്നതായിട്ട്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രേ ക്യാറ്റ് ആയാലും സ്ട്രേ ഡോഗ്സ് ആയാലും തെരുവിൽ നിന്നെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ഫസ്റ്റ് കാണിക്കേണ്ട ഒരു വെറ്റിനറി ഡോക്ടറെ കാണിച്ച് അതിനെ കംപ്ലീറ്റ് അസുഖം ഫ്രീ ആയതിനു ശേഷം നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യാവുള്ളൂ. ഈ ചെള്ളുപനി ഈ മനുഷ്യന് വരുന്നത് ഇതേ സിംറ്റം, അതായത് പൂച്ചയ്ക്ക് വരുന്ന അതേ സിംറ്റംസ് തന്നെയാണ് മനുഷ്യർക്കും കാണപ്പെടുന്നത്. ഈ അരുമമൃഗങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ വളർത്തുന്ന കാറ്റിലായാലും ബഫലോ ആയാലും ഷീപ്പായാലും ഇവർക്കും ഈ ഹേമോപ്രോട്ടോസോവൻ ഡിസീസ് വളരെ കോമൺ ആണ്. ഈ പറഞ്ഞ പോലെ ഈ പശുക്കൾക്കാണെങ്കിൽ തൈലേറിയാസിസ് ഉണ്ട്, ബെബീസിയ ഉണ്ട്, പിന്നെ ട്രിപ്പനോസോമിയാസിസ് ഉണ്ട്, കൂടാതെ അനാപ്ലാസ്മോസിസ് ഉണ്ട്. ഇതെല്ലാം കാറ്റിലിനും വരാം. ഇതേപോലെ തന്നെ നമ്മുടെ കനൈൻസിൽ വരുന്നത് എർലീഷ്യോസിസ് എന്നുള്ള ഇൻഫെക്ഷൻ ഉണ്ട്. കൂടാതെ ബെബീസിയ ഗിബ്സോണി ഇൻഫെക്ഷൻ ഉണ്ട്, ബെബീസിയ കാനിസ് ഇൻഫെക്ഷൻ ഉണ്ട്. കൂടാതെ ചിലപ്പം ഈ പറഞ്ഞ പോലെ ലീഷ്മേനിയാസിസ് എന്നുള്ള ഡിസീസും ഇതെല്ലാം ക്വൈറ്റ് കോമൺ ആണ്. പൂച്ചകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹേമോപ്രോട്ടോസോവൻ ഇൻഫെക്ഷൻ വരുന്നത് മെയിനായിട്ടും ബെബീസിയ ഫെലിസ് എന്നുള്ള ഇൻഫെക്ഷനാണ്. പിന്നുള്ളത് മൈക്കോപ്ലാസ്മ ഇൻഫെക്ഷൻസും കോമൺ ആണ്. അപ്പോൾ ഇപ്പം കാണപ്പെടുന്ന ഒരു പ്രവണത എന്തെന്ന് വെച്ചാൽ, ഇഷ്ടം പോലെ ഹേമോപ്രോട്ടോസോവൻ ഡിസീസാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്ലൈമാറ്റിക് ചേഞ്ച് ഒരു കാരണമാണ്, പൊല്യൂഷൻ ഒരു കാരണമാണ്. പിന്നെ നമുക്കുള്ള ജ്ഞാനം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ പൂച്ചയെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡീവേമിങ്, വാക്സിനേഷൻ, കൂടാതെ പിന്നെ കൂടാതെ ചെള്ളിനുള്ള ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം കറക്റ്റായിട്ട് എടുത്തിരിക്കണം. ഇതിനെല്ലാത്തിനുള്ള മരുന്ന് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഹോസ്പിറ്റൽസിലും ഇത് അവൈലബിൾ ആണ്. ഇത് കൂട്ടായ യത്നത്തോടെ നമുക്ക് ഈ ചെള്ളുപനി നമുക്ക് പ്രതിരോധിക്കാം. താങ്ക് യു.